ചെയ്തത്. അതേ രീതിയിൽ തന്നെ ഈ ഹിന്ദുത്വ ഐഡിയോളജിയുടെ പ്രചരണം മുൻനിർത്തി കുറേ പേരെ നോമിനേറ്റ് ചെയ്ത് തിരികെ കയറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ട്രെങ്ത്തായിട്ടുള്ള പോയിന്റുകളിൽ ഒന്നാണ് അതിൻ്റെ സെക്യുലർ വാല്യൂസ്, മതനിരപേക്ഷമായിട്ടുള്ള അന്തരീക്ഷം നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. കേരളീയ സമൂഹത്തിൻ്റെ തന്നെ സവിശേഷത 45% മതന്യൂനപക്ഷങ്ങളുള്ള ഒരു നാട് കൂടിയാണ്. അപ്പം നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരേത് സാമൂഹ്യ വിഭാഗത്തിൽ നിന്നായിക്കോട്ടെ അവർക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിപ്പോൾ നെറ്റ് പരീക്ഷയുടെ ചോദ്യം പോലും പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസവും രാമായണത്തിലെ അപ്രസക്ത ഭാഗങ്ങളുമൊക്കെ ആകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സൃഷ്ടിക്കുക. അത്തരം കാവ്യവൽക്കരണത്തിനുള്ള നീക്കങ്ങൾ തീർച്ചയായും കേരളീയ സമൂഹം പ്രതിരോധിക്കും. നമുക്കതിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി ഈ നിയമസഭ ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ച ഈ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ബില്ല് ഒപ്പുവയ്ക്കാതെ മാസങ്ങളോളം അത് ഫ്രീസ് ചെയ്തു. മാസങ്ങളല്ല, വർഷത്തിലേറെ കാലം ഫ്രീസ് ചെയ്ത് വയ്ക്കുകയും ഒപ്പുവയ്ക്കാൻ വിസമ്മതിക്കുകയും ഒടുവിൽ സുപ്രീം കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണത്. കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമസഭയാണല്ലോ ആക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാലത്തിന് അനുസൃതമായിട്ടുള്ള പരിവർത്തനങ്ങളിലേക്ക് നാം കുതിക്കുകയാണ്. അതിന് സഹായകരമായ രീതിയിലാണ് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ നിയമനിർമ്മാണത്തിനുള്ള നിയമസഭയുടെ അവകാശത്തെ കളിയാക്കി ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചാൻസലർ ഈ പ്രവർത്തനത്തിലൂടെ നടത്തിയത്. ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒപ്പുവെച്ചില്ല. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ നിരാസം കൂടിയാണ്. ഈ പൊതു പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഈ സെർച്ച് കമ്മിറ്റികളെ നമ്മൾ കാണേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏതു വിധത്തിലാണ് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടത് എന്ന് തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്ന മുറയ്ക്ക് നമുക്ക് അറിയാം. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നിലവിൽ സഹകരിക്കേണ്ടതില്ല എന്നാണ്. സഹകരണത്തിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള വശങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്തിച്ചേരും.